ശ്രീ ടി എൻ പ്രതാപൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, അങ്ങ് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വസീഫിന്റെയും ഒപ്പം തന്നെ ഈ നടന്ന സംഭവങ്ങളുടെ വിവരം. ചാലക്കുടിയിലാണ് പോലീസിന്റെ വണ്ടി അടിച്ചു തകർത്ത പ്രവർത്തനം ഇപ്പോൾ ഒളിവിലാണെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മോചിപ്പിച്ചുകൊണ്ടുപോയി. അതുപോലെ തന്നെയാണ് പോലീസിന്റെ വാഹനം തകർത്ത മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർക്കെതിരെയും നടപടിയെടുക്കേണ്ടത്. ഇവിടെ പോലീസാണ് യഥാർത്ഥത്തിൽ കൂച്ചുവിലങ്ങിട്ട അവസ്ഥ, അല്ലേ? യെസ്, മാതൃഭൂമി പറയുന്നതാണ് കറക്റ്റ്. യഥാർത്ഥത്തിൽ ഇപ്പൊ പോലീസാണ് കൂച്ചുവിലങ്ങിന്റെ ആളുകൾ, പോലീസാണ് ഇപ്പൊ പ്രതികൾ. പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നു, ഭരണഘടനാ വിരുദ്ധമായി പെരുമാറുന്നു. മനുഷ്യാവകാശ ലംഘനം, ഒരു ഭാഗത്ത് പോലീസിന്റെ മനുഷ്യാവകാശ ലംഘനം, മറുഭാഗത്ത് ക്രിമിനലുകളെ പോലീസ് സംരക്ഷിക്കുകയാണ്. ഒരു പെറ്റി കേസ് എടുത്തതിന്റെ പേരിൽ പോലീസ് ഈ പഠിച്ചു തകർക്കുക, ഡിവൈഎസ്പിയുടെ മെക്കട്ട് കയറുക, ചാലക്കുടി ഡിവൈഎസ്പിയുടെ മെക്കട്ട് കയറുക. ഇതെല്ലാം ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കാര് എന്നെ ന്യായീകരിക്കുക. ഒരു ഒളിവിലുമല്ല ഡിവൈഎഫ്ഐ നേതാവ്, അവിടെ ലൈവായിട്ട് ഡിവൈഎഫ്ഐ നേതാവ് ചാലക്കുടിയിലുണ്ട്. അപ്പൊ ഇത് എന്നാൽ യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യുക്കാരോടോ നേരെ വിപരീതം, വീടുകൾ റെയ്ഡ് ചെയ്യുക അവര് നമ്മുടെ ആളുകളെ. മാത്രമല്ല കരുതൽ തടങ്കൽ എടുക്കുക. ഇങ്ങനത്തെ ഒരു പക്ഷപാതപരമായ ഒരു പോലീസ് ഒരു പക്ഷെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലീസ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ പോലീസ്. പോലീസിന് അപമാനമാണിത്. ഗവൺമെന്റ് ഇങ്ങനെ പോലീസിനെ പൂച്ചിവിലങ്ങിട്ട് പോലീസിനെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ മാത്രമാക്കുന്നത് അങ്ങേയറ്റം അപലപനീയവും അപമാനവുമാണ്. ഇത് കേരളത്തിന് നാളെ കേരളത്തിന്റെ ക്രമസമാധാന നില തകരുന്നതിന് ഉത്തരവാദിത്തം കേരള പോലീസും കേരളത്തിന്റെ ഗവൺമെന്റ് തന്നെയായിരിക്കും. ശ്രീ പ്രതാപൻ, വസീഫ് സൂചിപ്പിച്ച കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല. ഒരുപാട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായോ, പോലീസിന്റെ വാഹനങ്ങൾക്കെതിരെ അക്രമം ഉണ്ടായി, അല്ലെങ്കിൽ വീടുകൾ കയറിയുള്ള അക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. അപ്പോൾ കെ സുധാകരൻ്റെ അടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു അക്രമാസക്തമായ പ്രതിരോധത്തെയും പ്രതിഷേധത്തെയും സൂചിപ്പിക്കുന്നു. അതിന് ഉള്ള ഒരു സൂചനയോ കരുത്തൊക്കെ നൽകുന്ന രീതിയിലായിരുന്നു. അതും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ കഴിയില്ലല്ലോ. ഇത് ഒരു സംഘടന നടത്തിയ തെറ്റായ പ്രവൃത്തികൾക്ക് അതേ രീതിയിൽ നമ്മൾ തിരിച്ചടിച്ചാൽ പിന്നെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാതാകില്ലേ? ഞങ്ങൾ തല്ലുകൊണ്ട പിന്നെ എന്താ ചെയ്യണ്ടേ? ഞങ്ങള് തല്ലുക. ഞങ്ങളൊരു ജാഥ നടത്തിയത് കൊണ്ടോ ഒരു കരിങ്കൊടി കാണിച്ചത് കൊണ്ടോ ഒരു പ്രതിഷേധം പ്രകടിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾ ഒരു ഭാഗത്ത് പോലീസ് തല്ല, അതോടൊപ്പം തന്നെ പോലീസിന്റെ തന്നെ സാന്നിധ്യത്തിൽ പോലീസിന്റെ ഒത്താശയോടുകൂടി ഡിവൈഎഫ്ഐക്കാർ തല്ല. പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിന്റെ സാന്നിധ്യം ഡിവൈഎഫ്ഐക്കാർ ഞങ്ങളെ തല്ല. ഇങ്ങനെ ഞങ്ങൾ തല്ലുകൊണ്ടാല് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾ അങ്ങനെ ഭൂമിയോളം ക്ഷമിച്ചിട്ടും പാതാളത്തോളം ക്ഷമിച്ചിട്ടും ആ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിട്ടും ഞങ്ങൾ പിന്നെയും ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രതിരോധം തീർക്കേണ്ടി വരും. പ്രതിരോധം എന്ന് പറയുമ്പോൾ ആത്മരക്ഷാർത്ഥമുള്ള, ജീവൻ രക്ഷാർത്ഥമുള്ള ഞങ്ങളുടെ പ്രതിരോധം ഞങ്ങൾക്ക് തീർക്കേണ്ടി വരും. ആ പ്രതിരോധത്തെ അക്രമ ആഹ്വാനമായി കാണേണ്ടതില്ല. യഥാർത്ഥത്തിൽ അപ്പോൾ യൂത്ത് കോൺഗ്രസ് ആണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്ന് അല്ലേ? ഞങ്ങൾക്ക് സ്വയം വേറെന്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ പോലീസ് രക്ഷിക്കുന്നില്ല. ഞങ്ങൾ പോലീസും ആക്രമിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങൾ ആക്രമിക്കുകയാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ. പോലീസ് ഞങ്ങൾ ഒരു ഭാഗത്ത് ലോക്കൽ പോലീസ് ക്രമസമാധാനത്തിലൊക്കെ ലോക്കൽ പോലീസ് ഞങ്ങൾ തല്ലി ഒതുക്കി മാറ്റി നിർത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമേനും മുഖ്യമന്ത്രി സെക്യൂരിറ്റിക്കാരും വന്ന് ശാന്തരായി നിൽക്കുന്നവരെ ലാത്തി അടിക്കുന്ന കാര്യം മാതൃഭൂമി തന്നെ കാണിച്ചതല്ലേ? അപ്പൊ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ആത്മരക്ഷാർത്ഥം ഞങ്ങൾ സ്വയം രക്ഷ വേണ്ടേ? സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രതിരോധം തീർക്കേണ്ടി വരും. അതിനകത്ത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ശരി, ശ്രീ ടി എൻ പ്രതാപൻ.